പിന്നെ ആദ്യമായിട്ടൊരു മാമോദീസ ചടങ്ങിന് പോകാണ് കേട്ടോ. ഒരുപാട് തപ്പിയിട്ടാണ് ഈ പുട്ട് തന്നെ കിട്ടിയത്. എൻ്റെ മകൻ അവിടെ എവിടെയെങ്കിലും കൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതെൻ്റെ ഒട്ടും റൊമാൻസ് ഇല്ലാത്ത ഹസ്ബൻഡ് കൊടുത്തുന്ന റൊമാൻസിൻ്റെ ഒരു സ്പ്രേ ആണ് കേട്ടോ. 2-3 വർഷമായി എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഇതും കൂടെയൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇതാണ് പള്ളി എന്ന് പറയുന്നത്. പക്ഷേ ഈ പള്ളിയിൽ വെച്ചായിരുന്നില്ല, വേറൊരു പള്ളിയിൽ വെച്ചായിരുന്നു മാമോദീസ ചടങ്ങ്. അപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചടങ്ങിന് ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും ചടങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ മറ്റൊരു പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ നമ്മളവിടെ വന്ന് ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന വഴിക്ക് അപ്പം ഇവരുടെ അടുത്തൊക്കെ വർത്താനം പറയാമെന്ന് വിചാരിച്ച് രാവിലെ ഒട്ടും മൂടില്ലാണ്ടാണ് പോയത്. കുറച്ച് ദിവസമായിട്ട് നമുക്ക് കാരണം അറിയാതെ ഒരു വിഷമം ഉണ്ടാവില്ലേ, അങ്ങനെ കാരണം അറിയാതെ എന്തൊക്കെയോ ഭയങ്കര വിഷമത്തിലാണ്. ഫേസ് കണ്ടാലേ അറിയാം. അപ്പം ഇതായിരുന്നു കേട്ടോ, കേക്ക് മുറിക്കലായിരുന്നു അവിടെ. അപ്പോൾ 2 കുട്ടികളുടെ ഒന്നിച്ചായിരുന്നു മാമോദീസ ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമം തോന്നി. ഭക്ഷണം കഴിക്കാൻ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള കുട്ടികളാണ്. അപ്പോൾ ഉമ്മമാരൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചോറായിരുന്നു നമ്മൾ കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസ്, അതായത് ഫിഷ്, ബീഫ്, ചിക്കന്, എല്ലാ പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത് കേട്ടോ. കോവയ്ക്കയും ഈ ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്തത്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, രസഗുള. ഇതൊന്നും ഞാൻ കഴിക്കാത്തത് കൊണ്ട് എന്തോ എനിക്ക് മധുരം ഒരുപാട് വല്ലാതെ തോന്നുന്നത് കൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ അവരൊക്കെ ഇത് കഴിച്ച് നമ്മുടെ ചേച്ചിമാരാണ് ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ.